നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 134ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടി ശ്രീമതി കുട്ടിയെഴുത്തി വിലാസിനിയെക്കുറിച്ചിട്ടാണ്. അവരുടെ ഒരുപാട് നാടകങ്ങളും സിനിമകളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അഭിനയ മികവിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അവർ. ഞാൻ ഋതുഭേദത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് ആകെ ഒരു 4 ദിവസം അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നേരിൽ കണ്ട് സംസാരിക്കുന്നതും ജീവിതത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതും. അതിനു മുന്നേ അവരുടെ നാടകക്കളരി ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്തെ കാർത്തിക തിരുനാൾ തിയേറ്ററിൽ അവരുടെ നാടകം കണ്ടപ്പോഴും പ്രൊഫഷണൽ നാടക മത്സരത്തിൻ്റെ സമാപ്തിയിൽ ടാഗോർ തിയേറ്ററിൽ വെച്ച് അവർ അഭിനയിച്ച നാടകം കണ്ടപ്പോഴും സിനിമയിലെ 400ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു അഭിനേത്രി അഭിനയ മികവിന് തന്നെ ഏകദേശം 3 തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ്, സിനിമയിലെ അഭിനയത്തിന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ സഹനടിക്കുള്ള 1-2 അവാർഡുകൾ, അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയ ഒരു പ്രതിഭ. ഞാനിവിടെ പറയാൻ പോകുന്നത് കുറച്ച് നാടകങ്ങൾ, അമച്ചർ നാടകങ്ങളിലാണ്, പ്രൊഫഷണലല്ല, അമച്ചർ നാടകങ്ങളിൽ അഭിനയിക്കുകയും ഒരു 10-12ഓളം നാടകങ്ങളിൽ പുരുഷ കഥാപാത്രത്തെയും സ്ത്രീ കഥാപാത്രത്തെയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഞാൻ എഴുതിയ ഈ ഭൂമിയിൽ കളം വരയ്ക്കരുത് എന്ന നാടകത്തിന് അവതാരിക എഴുതിയത് ലോകപ്രശസ്ത സംവിധായകനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ്. അത് cyberbeat.net പുസ്തകമായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ കാരണം, ഒരു നാടകം എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ മികവ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീമതി വിലാസിനി ചേച്ചിയുടെ അഭിനയ മികവ്, ബഹുമാനപൂർവ്വമാണ് ഞാൻ ചേച്ചി എന്ന് വിളിച്ചത്. ടൈമിങ്, ഒരു സ്റ്റേജിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന മൈക്കിൽ തൻ്റെ ശബ്ദവും തൻ്റെ ഭാവവും എല്ലാം മികവോടെ അവതരിപ്പിക്കണമെങ്കിൽ ഒരു പ്രഗത്ഭയായ താരത്തിന് മാത്രമേ കഴിയൂ. 3 തവണ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ശ്രീമതി വിലാസിനി എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യണം, എങ്ങനെ കൂടെയുള്ള അഭിനേതാക്കളുമായി സന്നിവേശം ചെയ്യണം എന്നൊക്കെ ഇരുത്തം വന്ന ഒരു നടികൾക്ക് മാത്രമേ അഭിനയിക്കാൻ സാധിക്കൂ. അതുപോലെ തമ്പാനൂർ, ഇന്ന് ആ സ്ഥാപനമില്ല, മെട്രോപൊളിറ്റൻ കമ്പനിയുടെ വാർഷിക പരിപാടിയിൽ മിക്കവാറും നാടകങ്ങളാണ്. തൊബൽ ബാസിയുടെ നാടകങ്ങളും മറ്റുള്ളവരുടെ നാടകങ്ങളുമാണ് വർഷാവർഷം അവരുടെ വാർഷിക പരിപാടിക്ക് നടത്തുക. ഇന്ന് ആ കമ്പനി നാമാവശേഷമായി. പക്ഷെ അന്നത്തെ കാലത്ത് അവിടെ നടത്തിയൊരു നാടകത്തിൽ കുട്ടിയെഴുത്തി വിലാസിനിയുടെ പ്രകടനം നമ്മുടെ മനസ്സിനെ ഇരുത്തി ചിന്തിപ്പിക്കും. അവരെക്കുറിച്ച്
വിശദമായിട്ടുള്ളൊരു കുറിപ്പ് എൻ്റെ ഈ എപ്പിസോഡിൽ ചേർത്തിട്ടുണ്ട്. എങ്കിലും ചിലവയൊക്കെ ഇവിടെ സൂചിപ്പിക്കാം. 1950 തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ബ്രോണി എന്ന വിലാസിനിയുടെ ജനനം. പൊൻകുന്നം വർക്കിയുടെ പൂജ എന്ന നാടകത്തിൽ 13-ാം വയസ്സിൽ ആദ്യ അരങ്ങേറ്റം. 1966, 67, 68 കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നടിക്കുള്ള അവാർഡ്. 1971 MTയുടെ തിരക്കഥയിൽ PN മേനോൻ സംവിധാനം ചെയ്ത കുട്ടിയടത്തി എന്ന ചിത്രത്തിൽ സത്യൻ്റെ നായിക. 1976 ദ്വീപിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള അവാർഡ്. 400-ൽ പരം ചിത്രങ്ങൾ, 120-ൽ പരം ടെലിവിഷൻ സീരിയലുകൾ. കോഴിക്കോട് ഇപ്പോൾ തിരുവത്തൂരിലാണ് അവർ താമസിക്കുന്നത്. അവരെക്കുറിച്ച് വിശദമായ ഒരു കുറിപ്പ് ഞാനിതിൽ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ഋതുഭേദത്തിൻ്റെ സെറ്റ് വെച്ചിട്ടാണ് ഞാനവരെ കാണുന്നത്. അതിൽ അവർ അഭിനയിക്കുന്നുണ്ട്. യാതൊരു നാട്യങ്ങളുമില്ലാതെ ഷൂട്ടിങ്ങിന് മുന്നേ നല്ല ചിരിച്ചും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞും വളരെ നല്ല പെരുമാറ്റം. 4 ദിവസമാണ് അവർ അവിടെ ഉണ്ടായിരുന്നത്. ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ അവരുടെ ഭാവപ്രകടനം സത്യത്തിൽ അതിശയിച്ചു. ആ കഥാപാത്രമായി അവർ അങ്ങ് മാറുകയാണ്. ഡയലോഗൊക്കെ എത്ര സുന്ദരമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. ശരിക്കും എനിക്ക് തന്നെ അതിശയം തോന്നി. 1 മിനിറ്റിന് മുന്നേ വിലാസിനി ചേച്ചിയോട് പല കാര്യങ്ങളും സിനിമാ അനുഭവങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എത്ര വിനയത്തോടെയും എത്ര ചാരുതയോടുമാണ് അവർ സംസാരിക്കുന്നത്. സെറ്റ് റെഡിയായി വിലാസിനി ചേച്ചി ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ഒരു 10 മിനിറ്റിന് മുമ്പ് കണ്ട ആ നടിയാണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര ഭയങ്കരമാണ് അവരുടെ അഭിനയം. അതുമല്ല, ഈ 4 ദിവസത്തിനിടയിൽ എപ്പോഴും അവരോട് സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ അഭിനയ രീതികൾ, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന രീതികൾ, MT എന്ന ആ വലിയ മനുഷ്യൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയല്ലാതെ എത്രയോ സമയത്തോളം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ ഇരിക്കാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ. പക്ഷേ ആ ഗുരുത്വം, ആ ഭവ്യത, അത്രയും അന്ന് അവിടെ വരുമ്പോൾ പനിയും ഇതൊക്കെ പിടിച്ച് കുറച്ച് വയ്യായ്ക ഉണ്ടായിരുന്നു. എങ്കിലും കഥാപാത്രത്തെക്കുറിച്ചും അതിലെ രീതികളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കിയിട്ട് വിലാസ ചേച്ചി ക്യാമറയുടെ മുന്നിൽ വന്നു നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നാഷണൽ അവാർഡ് കിട്ടേണ്ട ഒരു അഭിനേത്രിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നാടകത്തിലായാലും സിനിമയിലായാലും അവരുടെ ടൈമിംഗ്, സംഭാഷണ മികവ്, മുഖത്തിൻ്റെ ഭാവപ്രകടനം, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വിലയിരുത്തി അവരെക്കുറിച്ചൊരു വലിയ പുസ്തകം തന്നെ എഴുതണം എന്ന് എനിക്ക് തോന്നിപ്പോയതാണ്. മറ്റടുപ്പങ്ങളോ മറ്റ് തുടരെയുള്ള വർത്തമാനങ്ങളോ ഒന്നുമില്ല. ആ സെറ്റിൽ ഇത്രയും ചിട്ടയോടെ വളരെ രസകരമായി അഭിനയിക്കുകയും യാതൊരു ടെൻഷനും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അഭിനയിക്കുകയും ചെയ്തൊരു അഭിനേത്രി. മലയാള സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോൾ ഇവരുടെ പേരും ഉൾപ്പെടുത്താതെ കടന്നു പോകാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ 4 ദിവസത്തിനിടയിൽ ഞാൻ ആകെ സംസാരിച്ച ഒരു 30 മിനിറ്റ് കഷ്ടി കാണും.
ആവശ്യമില്ലാതെ ഓരോരുത്തരെയും കണ്ട് കാര്യങ്ങൾ ചോദിച്ച് നടക്കുക എന്നല്ല. അവരുടെ അഭിനയ ചാതുരിയും ഈ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലെ രീതികളും അതേക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ എത്ര രസകരമായിട്ടാണോ മറുപടി. ഞാനൊരു ചോദ്യം ചോദിച്ചു, ചേച്ചി ഒരു കഥാപാത്രമായി മാറുമ്പോൾ അതിനെ എങ്ങനെയാണ് ജീവിതമായി ബന്ധിക്കുക? അപ്പോൾ വേഷം നേരിയ മുണ്ടും ബ്ലൗസുമായിരുന്നു. പതുക്കെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് അകത്തെ കോവിലകത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഒന്ന് ആലോചിച്ച് എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, കുട്ടി, നമ്മളെ ഒരു കഥാപാത്രമായി സങ്കല്പിക്കുമ്പോഴും അവർ ഇതിന് ചേരും, യോജിക്കും, അവരത് ഉൾക്കൊള്ളും എന്ന് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും എല്ലാവരും ചിന്തിക്കും. വളരെ കുറച്ച് സീനുകളേ ഉള്ളൂ എങ്കിലും നമ്മൾ സന്തോഷത്തോടെ ഒരു സീനാണെങ്കിൽ പോലും നമ്മളത് സ്വീകരിക്കുക. അപ്പോൾ അവർക്കും ഇനി പുതുതായി പടം എടുക്കുന്നവർക്കും ഒക്കെ നമ്മളെ പറ്റിയിട്ട് വിലയിരുത്താൻ കഴിയും. പിന്നെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും, ഇന്നതൊക്കെയാണ്, കൂടെ അഭിനയിക്കുന്നത് ഇന്നതാണ്, കഥാപാത്രം ഇന്നതാണ്. അതിൻ്റെ ഫീഡ്ബാക്ക്, എൻ്റെ പിന്നാമ്പുറ കാര്യങ്ങളൊക്കെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കും. അതൊക്കെ സഹസംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ വന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട സംഭാഷണങ്ങൾ പ്രത്യേകിച്ച് ഒരു പേപ്പറിൽ കുറിച്ച് തരും. അത് നമുക്ക് 4-5 തവണ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അത് ശരിയാവും. പിന്നെ ഇത്രയും കാലം, എത്രയോ വർഷങ്ങൾ കൊണ്ട് അഭിനയം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഒന്നും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വലിയ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ശ്രീ സത്യനോട് അഭിനയിച്ചപ്പോൾ ചേച്ചിക്ക് തോന്നിയ തോന്നലുകൾ എന്താണ്? ആദ്യമൊക്കെ മനസ്സിലൊരു ഭയമായിരുന്നുവെങ്കിലും വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് ആ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, ശ്രീ MTയുടെ നിരീക്ഷണ പാടവം, എന്നിലുള്ള വിശ്വാസം, ഇതൊക്കെ കൊണ്ടാണ് ആ ചിത്രത്തിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞതും PN മേനോൻ സാറിൻ്റെ സംവിധാനവും. കുറേയധികം ബുദ്ധിമുട്ടുകൾ, കുറേയധികം ബദ്ധപ്പാടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. 1-2 സീനിലൊക്കെ കയറി വരിഞ്ഞ് എത്രയോ മണിക്കൂറുകൾ ഇരുന്നപ്പോഴൊക്കെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുവെങ്കിലും ആ ചിത്രം ഞാനെന്ന് പറയുന്ന നടിയെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ എത്തിച്ചേർത്തു എന്നത് വലിയ കാര്യമല്ലേ? എന്നിലെ വിശ്വാസം കൊണ്ടല്ലേ എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും MTയുടെ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ അഭിനയം, അത് ഏത് കഥാപാത്രമാണ് എങ്ങനെയാണെന്നല്ല, നമ്മളെ ഏൽപ്പിക്കുന്ന കഥാപാത്രത്തെ സത്യസന്ധമായും ആത്മാർത്ഥതയോടും കൂടി അവതരിപ്പിക്കുമ്പോൾ അത് ജീവസുറ്റതായിത്തീരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോഴേക്കും സെറ്റ് റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ, ഇതാ വരുന്നു കേട്ടോ, ഇതൊരു 1-1.5 മണിക്കൂർ കാണും. പിന്നെ എന്നെ പോലെയുള്ളവർക്കൊന്നും അധികം റീടേക്കൊന്നും കാണില്ല. ശരിക്കും ഫസ്റ്റ് ടേക്കിൽ തന്നെ വിലാസം ചേച്ചി ഓക്കെയാണ്. ആക്ച്വലി അത്രമാത്രം അനുഭവ പാഠങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. നാടക സ്റ്റേജിൽ പയറ്റത്തെളിഞ്ഞ ഒരു ആർട്ടിസ്റ്റിന്, അല്ല ഒരു നടിക്ക്, ക്യാമറയുടെ മുന്നിൽ എന്താണ് പ്രയാസം? അതിന് നാടകത്തിന് അപ്പം തന്നെ റിസൾട്ട് കിട്ടും. സിനിമയ്ക്ക് പിന്നീടാണ് റിസൾട്ട് കിട്ടുക. പക്ഷെ അതിന് കൂടുതൽ ശ്രദ്ധയും ശ്രമവും വേണം. അതിൻ്റെ റിസൾട്ട് ഉടനെ കിട്ടും.
പക്ഷെ സിനിമ അതല്ല. ഇവിടെ നമുക്ക് റിലാക്സായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒത്തിരി കാലത്തെ അനുഭവങ്ങളും ഒത്തിരി കാലത്തെ അനുഭവ കളരിയൊക്കെ പരിചയിച്ചതുകൊണ്ട് ജീവിച്ചു പോകുന്നു. അപ്പോൾ ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമത്തിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കുറച്ചൊക്കെ എഴുതുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ചേച്ചിയെ കൊണ്ടൊരു കഥാപാത്രം അവതരിപ്പിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഉടനെ വളരെ ആവശ്യത്തോടു കൂടി അതെയോ, അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞത് ശ്രീ MTയുടെ കേരളത്തിൽ ഒരു 2 സീനിൽ ഞാൻ മുഖം കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ശരവണ്ണന് എന്തായി വർക്ക് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞു ഇങ്ങനെ സംവിധാനമാണ് എൻ്റെ ആഗ്രഹം, നടക്കുമോ എന്നൊന്നും അറിയില്ല, എന്തായാലും പരിശ്രമിക്കൂ, നടക്കാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് എഴുന്നേറ്റു അടുത്ത സീനിൻ്റെ ഇതിനു വേണ്ടി. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, മറ്റുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ അപേക്ഷിച്ച് മറ്റാരും മോശമെന്നല്ല, ആ കഥാപാത്രമായി മാറുന്നൊരു ഭാവപ്പകർച്ച എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ക്യാമറയുടെ പിന്നിൽ എത്രയോ ദൂരെ മാറിയാണ് ഞാൻ നിൽക്കാറ്. അതിൻ്റെ വർക്കിന് ഒരു ക്ഷതമുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടെങ്കിലും ഓരോരുത്തരെയും സസൂക്ഷ്മം വീക്ഷിക്കുമ്പോൾ ഇവരെ പോലെയുള്ള അഭിനേത്രികളൊക്കെ ഇല്ലെങ്കിൽ മലയാള സിനിമ എന്തായിത്തീരും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇന്നും 10-30 വർഷം കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ആ വലിയ നടി, ആ വലിയ പ്രതിഭയെ MTയുടെ മരണാനന്തര ചടങ്ങുകൾ കണ്ടപ്പോൾ ശരിക്കും സങ്കടവും വന്നു. അതോടൊപ്പം ആ ആത്മാർത്ഥതയുടെ പരിച്ഛേദം അവിടെ കാണാൻ കഴിഞ്ഞു. ഇത്തരുണത്തിൽ അവർക്ക് ദീർഘായുസ്സും ഇനിയും ഒരുപാട് ചിത്രങ്ങളിൽ അവർക്ക് അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, എൻ്റെ സംരംഭം നടക്കുകയാണെങ്കിൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നും മനസ്സിൽ ആഗ്രഹമുണ്ട്. നടക്കാതിരിക്കാം. എങ്കിലും മലയാള സിനിമയിലെ അഭിനേത്രികളിൽ ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്നൊരു മികച്ച നടിയാണ് കുട്ടിയടത്ത് വിലാസിനി. അവർക്ക് സുഖവും ദീർഘായുസ്സും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് അവരെക്കുറിച്ചിട്ടുള്ള എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.